മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഏകദേശം ഒരു 1 month ആവാൻ പോവാണ്. ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. നമുക്ക് ഡാസ്ലർ അയച്ചായിരുന്നു ഒരു ഗിഫ്റ്റ് ഹാമ്പറിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു വേഗം ഓടിപ്പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് വേണം കേട്ടോ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി. അപ്പം ആ ഒരു വീഡിയോന്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് എങ്ങനെയാണ് ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ എൻ്റെ കയ്യിൽ കിട്ടിയത്, അതുപോലെ തന്നെ ഞാൻ ഡാസ്ലർ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് അറിഞ്ഞത്, ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, നിങ്ങൾക്കും ആ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടുമോ, അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെയാണ് ഡാസ്ലർ ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ള കാര്യം, ഞാൻ എങ്ങനെയാണ് അറിഞ്ഞെന്നുള്ള കാര്യമാണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ദിവസം നോർമലി ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു യൂട്യൂബറിന്റെ വീഡിയോ കണ്ടു. അപ്പോൾ ആ യൂട്യൂബർക്ക് ഡാസ്ലർ അയച്ചു കൊടുത്ത ഒരു ഗിഫ്റ്റ് ഹാമ്പറിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു ഫസ്റ്റ് ഞാൻ കണ്ടത്. പിന്നെ അതിൽ അതേപോലെ തന്നെ വേറൊരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇരുന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി, എനിക്കും ആ ഒരു ഗിഫ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ നേരെ പോയി ഗൂഗിളിൽ പോയിട്ട് ഡാസ്ലറിന്റെ നമ്പർ തപ്പിപ്പിടിച്ചെടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പറിൽ നല്ല മെസ്സേജ് അയച്ചത്. എൻ്റെ വർക്കിനും കാര്യത്തിനൊക്കെ വേറെ നമ്പർ കൂടി എൻ്റെ കയ്യിലുണ്ട്. ആ ഒരു നമ്പർ വഴിയിട്ടാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു യൂട്യൂബർ ആണെങ്കിൽ ഇതിന് മുന്നേ ഡാസ്ലറിന്റെ വൈറൽ ലിപ്സ്റ്റിക് ഷെയ്ഡിലെ 25, ആ ഒരു 25നെ പറ്റി നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല വ്യൂസും നല്ല ലൈക്കും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു അവർ ഡാസ്ലറിനെ കോൺടാക്ട് ചെയ്തത്. നിങ്ങളുടെ വേറെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ ഇതേപോലെ റിവ്യൂ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു യൂട്യൂബർ അവരെ കോൺടാക്ട് ചെയ്തത്. പക്ഷെ എനിക്ക് ഡാസ്ലറിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒന്നും പറയാനില്ലായിരുന്നു. കാരണം ഞാൻ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് പോലും അവരുടെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് പോലും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ 25 എന്ന് പറയുന്ന ഷെയ്ഡ് സത്യത്തിൽ പറഞ്ഞാൽ ഇത്രയും വൈറലാകുന്നതിന് മുന്നേ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷെയ്ഡായിരുന്നു. പക്ഷെ ഇതുവരെയും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പ്രാവശ്യം ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ എന്തെങ്കിലും കാരണത്താൽ അത് വിട്ടുപോകായിരുന്നു. അങ്ങനെ ഞാൻ വാട്സപ്പ് വഴി അവരെ കോൺടാക്ട് ചെയ്തു. ഹലോ ഡാസ്ലർ എന്ന് പറഞ്ഞ് കറക്റ്റ് പറഞ്ഞാൽ 2024 മെയ് 14 ഞാൻ അവരെ കോൺടാക്ട് ചെയ്തത്. ഹലോ ഡാസ്ലർ എന്ന് പറഞ്ഞ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ അവരെനിക്ക് തിരിച്ച് പിന്നെ താങ്ക് യു ഫോർ കോൺടാക്ട് ചെയ്യുന്നു. അവരെ കോൺടാക്ട് ചെയ്തതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ നോർമലി ഇപ്പം ഏതൊരു ബിസിനസ്സിന്റെ ഇതിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് തിരിച്ച് റിപ്ലൈ തരുമല്ലോ, അതേപോലെ തന്നെ അവരെനിക്ക് റിപ്ലൈ തന്നു താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. എന്തായാലും നമ്മൾ നോക്കിയാലോ വിചാരിച്ചിട്ട്, കാരണം ഇത്രയും വലിയൊരു കമ്പനിക്ക് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. അങ്ങനെ അന്ന് തന്നെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് നിങ്ങളുടെ കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സുകൾ അയച്ചു തരും, എനിക്ക് നിങ്ങളുടെ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, ഞാനത് ഉപയോഗിച്ചിട്ട് എൻ്റെ നല്ല റിവ്യൂസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആ യൂട്യൂബർ പറഞ്ഞ അതേ മെത്തേഡ് വഴി തന്നെ ഞാനും പറഞ്ഞു. അങ്ങനെ അന്ന് അവരെനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസം മെയ് 15 അവരെനിക്ക് റിപ്ലൈ തന്നു താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവരുടെ ലിപ്സ്റ്റിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞതിനാണ് അവരെനിക്ക് താങ്ക്സ് പറഞ്ഞത്. അങ്ങനെ അത് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് അവരെനിക്ക് താങ്ക്സ് പറഞ്ഞത്. അങ്ങനെ അവരെനിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്ക് അന്ന് തന്നെ, അതായത് മെയ് 15 തന്നെ ഞാൻ അവർക്ക് യൂട്യൂബ് ചാനലിൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ മെയ് 16 അവരെനിക്ക് ഒരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്നത്തെ ദിവസം മെയ് 15 തന്നിട്ടില്ല, 16 തന്നിട്ടില്ല. 16 ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് തന്നെ ഞാൻ നോക്കിയത് അവരെന്തെങ്കിലും റിപ്ലൈ തന്നോന്നായിരുന്നു, പക്ഷെ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അപ്പം തന്നെ അവർക്ക് ഹായ് എന്ന് പറഞ്ഞ ഒന്നും കൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പം അഥവാ നമ്മുടെ മെസ്സേജ് കാണാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ വാട്സപ്പ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെസ്സേജ് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് ഹായ് എന്ന് പറഞ്ഞ മെയ് 16 ഞാൻ അവർക്ക് ഒന്നും കൂടി അയച്ചു. അങ്ങനെ അന്ന് അവരെനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മെയ് 17 അവരെൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ മെയ് 16 അവരെൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മെയിൽ ഐ ഡി ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ മെയിൽ ഐ ഡി ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസേഴ്സ് കൊളാബ് ടീമിന് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മെയിൽ ഐ ഡി ഷെയർ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത് മെയ് 16. അങ്ങനെ ഞാൻ മെയിൽ ഐ ഡി ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം എന്നെ കോൺടാക്ട് ചെയ്തു. അവർ പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് മെയ് 20 അവരെനിക്ക് ഒരു പാരഗ്രാഫ് പോലെ ഇങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെനിക്ക് കുറേ ഒരു പാരഗ്രാഫ് പോലെ അത്യാവശ്യം നല്ലോണം വായിക്കാനുണ്ടായിരുന്നു രീതിയിൽ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്നോട് ചോദിച്ചു അവരെനിക്ക് പ്രൊഡക്റ്റ് അയച്ചു തരികയാണെങ്കിൽ ഞാൻ അത് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ എത്തിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മെയ് 20 അവരെനിക്ക് റിപ്ലൈ തന്നത്.
പിന്നെ എനിക്ക് അവർ റിപ്ലൈ തന്നിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് മെയ് 29 അവരെനിക്ക് ഒരു ലിങ്ക് അയച്ചു, ലിങ്ക് അല്ല അവരുടെ മെയിൽ ID അയച്ചു തന്നു. അപ്പോൾ അത്രയും ദിവസം ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും കിട്ടൂല, പോയി ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം അത്രയും ദിവസം ഗ്യാപ്പും വന്നില്ല. ആ പോട്ടെ, പിന്നെ ഞാൻ ഓർത്തിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോഴായിരുന്നു ഈ ഒരു മെസ്സേജ് കണ്ടത്, അവരുടെ മെസ്സേജ് കണ്ടത്. അവരുടെ മെയിൽ ID എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ മെയിൽ ID വഴി പിന്നെ കോൺടാക്ട് ചെയ്യായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആദ്യമേ മെയിൽ ID വഴി കോൺടാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും വലിയൊരു കമ്പനി എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം തരികയാണെങ്കിൽ പോലും അത് മെയിൽ ID വഴിയായിരിക്കും ഫുള്ളായിട്ട് നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. കാരണം അവർക്ക് പ്രൂഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി എന്തായാലും നമുക്ക് മെയിൽ ID വഴി കോൺടാക്ട് ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ അത് ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് തന്നെ എനിക്ക് മെയിൽ ID വഴി കോൺടാക്ട് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അന്ന് തന്നെ, അതായത് മെയ് 29 തന്നെ ഞാൻ അവർക്ക് മെയിൽ വഴി കോൺടാക്ട് ചെയ്യായിരുന്നു ചെയ്തത്. അതിൽ ഞാൻ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, എനിക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾ എനിക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ അയച്ചു തരികയാണെങ്കിൽ ഞാനത് യൂസ് ചെയ്തിട്ട് എൻ്റെ നല്ല റിവ്യൂസ് ഞാനെൻ്റെ യൂട്യൂബ് ചാനൽ വഴി മറ്റുള്ളവരിലേക്ക് എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഞാൻ അതിലും പറഞ്ഞു. അപ്പോഴൊക്കെ അവരെനിക്ക് പിന്നെ എനിക്ക് പെട്ടെന്ന് എല്ലാ റിപ്ലൈസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെൻ്റെ അടുത്ത് എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. പിന്നെ അവരെനിക്ക് ഒരു ലിങ്ക് ഷെയർ ചെയ്ത് തന്നു. ആ ലിങ്കിൽ കയറിയിട്ട് അവരുടെ ഇഷ്ടപ്പെട്ട 4 ഷെയ്ഡ്സ് എന്നോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ലിങ്കിൽ കയറി എനിക്ക് ഇഷ്ടപ്പെട്ട 4 ഷെയ്ഡ്സ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ പിന്നെ അവരെനിക്ക് വീണ്ടും എൻ്റെ അടുത്ത് അവർ അഡ്രസ്സ് ചോദിച്ചിരുന്നു, 2 പ്രാവശ്യം ചോദിച്ചിരുന്നു. പിന്നെ 2ാമത്തെ പ്രാവശ്യം എൻ്റെ കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്ക് അവർ അയച്ചു തന്നത് 4 ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ ഒരു ഐലൈനർ കാജലും ആയിരുന്നു. അപ്പോൾ ഇത്രയായിരുന്നു അവരെനിക്ക് അയച്ചു തന്നത്. അപ്പോൾ എനിക്ക് അറിയാമായിരുന്നു അവരെനിക്ക് എന്തൊക്കെയാണ് അയച്ചു തരുന്നത്. പക്ഷെ അത് കാണാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കത് ഒരു പാക്കഡ് ചെയ്തു എന്നുള്ള എൻ്റെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഷിപ്പ്ഡ് ആയിട്ടുള്ള മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇവിടെ കൊറിയർ സെന്ററിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് എത്താനായിരുന്നു ഭയങ്കര ഡിലേ. കാരണം കൊറിയർ സെന്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസം, എനിക്ക് തോന്നുന്നുണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാനാണെങ്കിൽ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി. ഓരോ ദിവസം ഇന്ന് വരും നാളെ വരുന്നു വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയ കാര്യമൊക്കെ അവരെനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഡാസ്ലർ വഴി കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം അവരുടെ കയ്യിൽ നിന്ന് സാധനം ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. പിന്നെ അവരല്ലല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം. പിന്നെ കൊറിയർ വഴി അല്ലേ നമുക്കെല്ലാം കിട്ടുന്നത്. പിന്നെ ഈ കൊറിയർ സെന്ററിനെ കോൺടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കയ്യിൽ കിട്ടുന്നവരെ ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു ഇത് കാണാൻ വേണ്ടി. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു മെയ് അല്ല കേട്ടോ, ജൂൺ 10 സാധന സംഭവം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ജൂൺ 10 11 കൊറിയർ സെന്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയത് ജൂൺ 15 അത്രയും ദിവസം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അതിനിടയ്ക്ക് അവരെനിക്ക് വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെയായിരുന്നു അവർക്ക് അയച്ചു കൊടുത്തത്. അപ്പോൾ ആ ഒരു വാട്സപ്പ് വഴി അവരെന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഡാസ്ലർ. ഇങ്ങനെ പിന്നെ ഓരോ പിക്കഡ് ആയെന്നുള്ള കാര്യം എല്ലാം അവരെനിക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അവർ മെയിൽ ID വഴി അയക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ വാട്സപ്പ് വഴി ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വാട്സപ്പ് വഴി നമുക്ക് ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ ട്രാക്ക് ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൊറിയർ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമായിരുന്നു ഭയങ്കരമായിട്ടുള്ള ദൂരം. അങ്ങനെ സംഭവം കിട്ടി. ഒരുമിച്ച് കണ്ടത് ഭയങ്കര സന്തോഷമായി. കാരണം ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കിട്ടുന്നുള്ള കാര്യം. കാരണം ഇത്രയും ചെറിയൊരു യൂട്യൂബ് ചാനലാണ് എൻ്റെ. അത് ഒട്ടും വ്യൂസ് ഇല്ല, ഒന്നുമില്ല. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടു എന്നുള്ള അങ്ങനത്തെ ഒരു പിന്നെ രീതിക്കായിരുന്നു എൻ്റെ ചാനൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് എനിക്കത് കിട്ടി. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കത് കിട്ടുന്നുള്ളത്. പിന്നെ ഡാസ്ലർ എന്നുള്ള പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്, ഞാൻ പണ്ട് മുതൽ, ഞാൻ എന്ന് മുതലാണോ എൻ്റെ കണ്ണ് ഞാൻ ഐലൈനർ വെച്ചിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഡാസ്ലർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനിടയ്ക്ക് 2-3 പ്രൊഡക്റ്റൊക്കെ മാറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ വേറെ പ്രൊഡക്റ്റ്. എന്നാൽ പോലും ഡാസ്ലർ വെച്ചിട്ട് കണ്ണെഴുതി കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുള്ളൂ. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എന്തോ ഡാസ്ലർ വെച്ച് കണ്ണെഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ല, പിന്നെ കണ്ണ് നല്ല എന്താ പറയുക, നല്ലോണം ഒന്നും കൂടി ഡാർക്കായിട്ട് ഇരിക്കുള്ളൂ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഡാസ്ലർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ പറ്റി പണ്ട് മുതൽ ഇഷ്ടം തന്നെയാണ്. ലിപ്സ്റ്റിക്കും ഇതേപോലെ തന്നെ. ഇപ്പം 25 എന്ന് പറയുന്ന ഷെയ്ഡ് ഞാൻ കുറേ നാൾ മുന്നേ മുതൽ യൂസ് ചെയ്യുന്നൊരു ഷെയ്ഡ് തന്നെയാണ്. നല്ലൊരു ഷെയ്ഡ് തന്നെയായിരുന്നു. എനിക്ക് നല്ലോണം മാച്ച് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു എനിക്ക് ഡാസ്ലറിൻ്റെ ആ ഗിഫ്റ്റ് ഹാമ്പർ എൻ്റെ കയ്യിൽ കിട്ടിയ ആ ഒരു വഴി എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് എങ്ങനെയാണ് ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഡാസ്ലർ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്കത് എങ്ങനെയാണ് കിട്ടിയത്, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു.
ഇനി ഞാൻ പറയാൻ പോകുന്നത് എത്ര സബ്സ്ക്രൈബേഴ്സ് വേണം ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടാൻ, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്ക് കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആ ഒരു വീഡിയോ കണ്ടപ്പം, അതായത് ആ ഒരു യൂട്യൂബറിന്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളവർക്ക് മാത്രമേ അവർ അയച്ചു കൊടുക്കുന്നുണ്ടാവുള്ളൂ എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. ഒട്ടും പ്രതീക്ഷയില്ലാതെയായിരുന്നു കേട്ടോ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തത്. പക്ഷേ എന്താ പറയുക, എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് എനിക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടി. പിന്നെ ഞാൻ അവരെനിക്ക് ആ ഒരു ഗിഫ്റ്റ് അയച്ചു എന്നുള്ള മെയിൽ വന്നതിന് ശേഷം ഞാൻ വെറുതെ ഒന്ന് യൂട്യൂബിൽ ചെക്ക് ചെയ്ത് നോക്കി, ഡാസ്ലർ ഗിഫ്റ്റ് ഹാമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 5-6 വീഡിയോ ഞാൻ കണ്ടു കേട്ടോ, 5-6 യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഞാൻ കണ്ടു, അവർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു വഴിക്ക് പോയേന്ന്. പിന്നെ പക്ഷേ ഞാൻ മാത്രമല്ലായിരുന്നു, എല്ലാവരും അവർക്ക് മെയിൽ അയച്ചിട്ടുണ്ടെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ആ ഒരു 5-6 വീഡിയോ കണ്ടു. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പിന്നെ തോന്നി എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്ന്. പിന്നെ എനിക്ക് നമ്മുടെ യൂട്യൂബ് തുറക്കുമ്പോൾ ഫുള്ള് സജഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ യൂട്യൂബ് ഫുള്ള് ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ഹാമ്പർ അൺബോക്സിംഗ് ആണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അൺബോക്സിംഗ് ആണ്. അപ്പം ഞാനിങ്ങനെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കും. അപ്പോൾ ഓരോ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒട്ടും തന്നെ സബ്സ്ക്രൈബേഴ്സ് വേണമെന്നില്ല. ഇനിയിപ്പം എന്താ പറയുക, 100-ൽ താഴെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് വരെ ഡാസ്ലർ ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്കും ഗിഫ്റ്റ് ഹാമ്പർ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഗിഫ്റ്റ് ഹാമ്പർ കിട്ടും, കാരണം ഇൻസ്റ്റയിലും ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്ക് ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ അവർ റീല് പോലെയും അതേപോലെ തന്നെ സ്റ്റോറി പോലെയൊക്കെ അപ്ലോഡ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർക്കും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അവർ നമുക്ക് ഗിഫ്റ്റ് അയച്ചു തരുമ്പോൾ നമ്മളൊരു ടാങ്ക്സ് പോലെ, ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരാണെങ്കിൽ പോലും ഒരു ടാങ്ക്സ് പോലെ ഒരു ചെറിയൊരു റീല് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺബോക്സിങ്ങിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു റീല് പോലെ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി പോലെ ഒന്ന് അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് അവരൊന്ന് ടാഗ് ചെയ്യുക. അപ്പം നമുക്കൊരു ടാങ്ക്സ് പോലെ ആയിക്കോളല്ലോ, നമ്മൾ കൊടുക്കുന്നൊരു ടാങ്ക്സ് പോലെ ആയിക്കോളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ തന്നെ പറ്റുന്നവരാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഫേസ് ഒന്നും കാണിക്കണമെന്നില്ല, കൈ മാത്രം കാണിച്ചിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു സോങ് എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്താലും മതി. പക്ഷെ അങ്ങനെയെങ്കിലും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുമെന്ന് വിചാരിക്കേണ്ട. കാരണം ഇപ്പോൾ ഒരുപാട് പേര് അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ കാര്യം പറഞ്ഞ് ഒരുപാട് പേര് അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഡിലേ ആവും, നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മെയിൽ വഴി ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അവർ 2-3 മെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു മെയിലിൽ കോൺടാക്ട് ചെയ്തിട്ട് അവർ റിപ്ലൈ കാര്യങ്ങളൊന്നും തന്നിട്ടില്ലെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വേറൊരു മെയിലിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞു മറിഞ്ഞൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. എന്തായാലും അവർ നിങ്ങൾക്ക് റിപ്ലൈ തരും, നിങ്ങൾക്കും ഗിഫ്റ്റ് കിട്ടും. എനിക്ക് കിട്ടില്ല, അപ്പം എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്കാണെങ്കിൽ യൂട്യൂബിൽ ഒട്ടും വ്യൂസും ഇല്ലായിരുന്നു, ഒട്ടും സബ്സ്ക്രൈബേഴ്സും ഇല്ലാത്ത ഒരാളാണ്. അപ്പം എന്തായാലും എനിക്ക് കിട്ടില്ല, അപ്പം എന്തായാലും നിങ്ങൾക്കും കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തോന്നുന്നുണ്ട്, എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടപ്പുറത്തൊരു കുഞ്ഞി ബെൽ ബട്ടണും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനി വീഡിയോസ് എപ്പോൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും. അടുത്ത നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡാസ്ലറിൽ നിന്ന് നമുക്ക് അയച്ചു തന്നെ ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്സിൻ്റെ ഒക്കെ ഒരു അൺബോക്സിംഗ് ആണ്. അതിൻ്റെ കറക്റ്റ് ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന വീഡിയോ ആണ്. ഓൾറെഡി ഞാൻ ആ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ കാണാനായിരിക്കും താല്പര്യം. കാരണം ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ എങ്ങനെ കിട്ടി എന്നുള്ളത് അറിയാനായിരിക്കും കൂടുതലും താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അതാണ്. അപ്പം എല്ലാവരും പിന്നെ വിട്ടുപോകാണ്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.